ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് കറി, ചിക്കൻ കറി, ചട്നി എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇന്നലെ വൈകുന്നേരം 4 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. രാവിലെ എടുത്ത് കഴുകിയ ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതിലേക്ക് ആവശ്യമായ വെള്ളമൊഴിച്ച് ഫൈനാക്കി അരച്ചെടുക്കാം. അരച്ചെടുത്ത ബാറ്ററെല്ലാം മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വരുന്ന അരിയെല്ലാം ജാറിലേക്കിട്ട് വീണ്ടും ഇതുപോലെ വെള്ളമൊഴിച്ച് അരച്ചെടുത്തത് അതേ മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കൈപ്പിടിയിൽ കുറച്ച് കൂടുതൽ നാളികേരം ചിരവിയത് ജാറിലേക്കിട്ട് ഇതിലേക്ക് ആവശ്യമായ വെള്ളമൊഴിച്ച് ഫൈനാക്കി അരച്ചെടുത്തത് അതേ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കുറച്ച് നാളികേരം ചിരവിയതിട്ട് നല്ലതുപോലെ മാവൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരി രാവിലെ കുതിർത്ത് വെച്ച് വൈകുന്നേരം അരച്ചെടുത്ത് ദോശ ചുട്ട് എടുക്കാവുന്നതുമാണ്. തീ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടായി വരുന്ന പാനിലേക്ക് ദോശ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ചെറിയുള്ളി എണ്ണയിൽ പുരട്ടി ഒന്ന് ചുറ്റിച്ച ശേഷം ഒരു തവി മാവ് എടുത്ത് പാൻ സ്റ്റൗവിൽ വെക്കാതെ പാൻ കയ്യിൽ പിടിച്ച് മാവും ചുറ്റിച്ച ശേഷം സ്റ്റൗവിൽ വെക്കാവുന്നതാണ്. കുറച്ച് എണ്ണ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം മൂടി വെച്ച് പെട്ടെന്ന് തന്നെ തുറന്ന് മറിച്ചിട്ട് ഒന്ന് വെച്ച ശേഷം എടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാം കനം കുറച്ച് ദോശ ചുട്ട് എടുക്കാവുന്നതാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ദോശയാണ്. ഒന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ടും തന്ന് കൂടെ നിൽക്കണേ. പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.